ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എജു ഒബോവിയസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിക്കുന്ന BCom BBA സ്റ്റുഡൻസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റായ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ പ്രധാനപ്പെട്ട ആ ക്ലാസ് നിങ്ങൾ എല്ലാവരും കേൾക്കണം. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് പറയാൻ പോകുന്നത് റൈറ്റ്സ് ഓഫ് GSTയുടെ നിരക്കുകളാണ്. നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു GST വന്നിട്ടുള്ളത് യൂണിഫിക്കേഷൻ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. എല്ലാ ഇൻഡയറക്റ്റ് ടാക്സിനെയും ഒരുമിപ്പിക്കാനാണ് GST നിലവിൽ വന്നത്. എന്നാൽ GST ഇവിടെ യുണൈറ്റഡ് ആണ് എങ്കിൽ കൂടി GSTയുടെ നിരക്കുകൾ വ്യത്യസ്തമാണ്. അതിൻ്റെ GSTയുടെ റേറ്റ്സ് വളരെയധികം ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഏതൊക്കെയാണ് GST നിരക്കുകൾ എന്ന് നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇതുപോലെ തന്നെ എല്ലാവിധ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ നോട്ടിഫിക്കേഷനും എക്സാമുകളും കാര്യങ്ങളും ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസും എല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും. സോ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ് തുടങ്ങുകയാണ്. ഏതൊക്കെയാണ് GSTയുടെ നിരക്കുകളെന്ന് നോക്കാം. ആദ്യമായി കൊണ്ട് ഫസ്റ്റ് പറയുന്നത് എക്സംപ്റ്റഡ് ഐറ്റംസ് ആണ്. എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ GSTയിൽ ഉൾപ്പെടാത്ത വസ്തുക്കൾ. ഈ പറയുന്ന വസ്തുക്കൾക്ക് GST ഇല്ല. ഏതൊക്കെയാണവ? ഈ മാർക്ക് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഫാം പ്രൊഡക്റ്റുകൾ, ലൈവ് അനിമൽസ് അഥവാ ജീവനുള്ള മൃഗങ്ങൾ, ഫാമിലുള്ള പ്രൊഡക്റ്റുകൾ, ജീവനുള്ള മൃഗങ്ങൾ, ലൈവ് ചിക്കൻ, ജീവനുള്ള ഫ്രഷ് ചിക്കൻ, ജീവനുള്ള ചിക്കന്, അതുപോലെ തന്നെ ലൈവ് ഫിഷ്, ജീവുള്ള മീനുകൾ, പച്ചമീൻ, അതുപോലെ ജീവുള്ള മീൻ, അതുപോലെ തന്നെ എഗ്സ്, കോഴിമുട്ട പോലത്തെ എല്ലാ മുട്ടകളും, എല്ലാവിധ എഗ്ഗുകളും, അതുപോലെ തന്നെ ഹണി, തേന്, പൂജ ആർട്ടിക്കിൾസ്, പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ആർട്ടിക്കിൾ, അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ്സ്, നമുക്കറിയാം നമ്മുടെ ഹെഡ്സെറ്റ് തുടങ്ങിയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ്, സ്ലൈറ്റ് പെൻസിൽസ് തുടങ്ങിയിട്ടുള്ള ഈ ഒരു പ്രൊഡക്ട്സിനൊന്നും GST ഇല്ല. ഇതൊക്കെ GSTയിൽ നിന്നും എക്സംപ്റ്റഡ് ഐറ്റംസ് ആണ് എന്ന് നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ GST പറയാൻ പോകുന്നത് GSTയുടെ റേറ്റ് 0.25%. 0.25% GST ഉള്ള വസ്തുക്കൾ, പ്രൊഡക്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം താഴെ പറയുന്ന ഈ വസ്തുക്കളൊക്കെ 0.25% ഉള്ളത് ഏതൊക്കെ? ഡയമണ്ട്, നോൺ ഇൻഡസ്ട്രിയൽ അൺവർക്ക്ഡ് പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ പ്രീഷ്യസ് സ്റ്റോൺ, വളരെയധികം വിലപിടിപ്പുള്ള കല്ലുകൾ, ഡയമണ്ടുകൾ തുടങ്ങിയിട്ടുള്ളതെല്ലാം 0.25% ഉള്ളൂ ഇതിന് GST ഉള്ളത്. അതുപോലെ തന്നെ സെമി പ്രീഷ്യസ് സ്റ്റോണ്, അൺവർക്ക്ഡ്, സിന്തറ്റിക് ഓർ റീകൺസ്ട്രക്റ്റഡ് പ്രീഷ്യസ് ഓർ സെമി പ്രീഷ്യസ് സ്റ്റോൺസ്, അൺവർക്ക്ഡ് എക്സെട്ര തുടങ്ങിയിട്ടുള്ള ഡയമണ്ട്, അതുപോലെ തന്നെ വലിയ വിലപിടിപ്പുള്ള സ്റ്റോണുകൾ, അവക്കൊക്കെ 0.25% ആണ് GST ഉള്ളത്. ഇനി മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ളത് ടാക്സബിൾ അറ്റ് ദി റേറ്റ് ഓഫ് 3%. 3% ടാക്സ് GST ഉള്ള പ്രൊഡക്ട്സുകൾ ഏതെല്ലാമാണ്? ബേസ് മെറ്റൽസ്, ഗോൾഡ്, സിൽവർ, ആർട്ടിക്കിൾസ് ഓഫ് ജ്വല്ലറി, അതുപോലെ തന്നെ ഇമിറ്റേഷൻ ജ്വല്ലറി, കോയിന്, വേസ്റ്റ് ആൻഡ് സ്ക്രാപ്പ് ഓഫ് പ്രീഷ്യസ് മെറ്റൽസ് തുടങ്ങിയിട്ടുള്ള ഈ പ്രൊഡക്ട്സിനാണ് 3% GST ഉള്ളത്. സ്വർണം, വെള്ളി, ജ്വല്ലറി ഐറ്റംസുകൾ, കോയിനുകൾ, അതുപോലെ തന്നെ വലിയ വലിയ വിലപിടിപ്പുള്ള മെറ്റൽസിൻ്റെ സ്ക്രാപ്പ്, വേസ്റ്റ് തുടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സിനൊക്കെ GST 3%, വെറും 3% മാത്രമേ ഉള്ളൂ. ഇനി നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GST റേറ്റ് പറയാൻ പോവുകയാണ് ടാക്സബിൾ അറ്റ് ദി റേറ്റ് ഓഫ് 5%. 5% GST കൊടുക്കേണ്ടത്. ഏതെല്ലാം പ്രൊഡക്ട്സിന്? ഫിഷ് ഫ്രോസൺ ഓർ ഡ്രൈഡ് അഥവാ ഫ്രോസൺ ചെയ്തിട്ടുള്ള, തണുപ്പിച്ചിട്ടുള്ള, ഡ്രൈഡ് ആയിട്ടുള്ള, ജീവനില്ലാത്ത ഉണക്ക മത്സ്യങ്ങൾ, അവക്കാണ് 5% പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ലൈവ് ഫിഷിന് എത്രയാണെന്ന് പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞിരുന്നു? ഒന്നുമില്ലാന്ന് പറഞ്ഞത്. ലൈവ് ഫിഷിന് എക്സംപ്റ്റഡ് ആണ്, അതിന് GST ഇല്ല. എന്നാൽ ഡ്രൈഡ് ചിക്കനാകുന്ന സമയത്ത്, അതെല്ലാം ഉണക്കിയിട്ടുള്ള ഉണക്ക മത്സ്യമാകുന്ന സമയത്ത് അതിന് GST 5% ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലവേഴ്സ്, മീൽസ് ആൻഡ് പെല്ലറ്റ്സ് ഓഫ് ഫിഷ് തുടങ്ങിയിട്ടുള്ള മാംസം, ബീഫ്, ചിക്കൻ തുടങ്ങിയിട്ടുള്ള അങ്ങനെ എന്താ പറയുക മീൽസ് ആക്കി വിൽക്കുന്ന ഊണുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ലൈവ് അല്ല, അതായത് ജീവുള്ള മീനല്ല, മറിച്ച് ഉണക്ക മത്സ്യം തുടങ്ങിയിട്ടുള്ള സദ്യകൾ, മീൽസ്, ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ അൾട്രാ ഹൈ ടെമ്പറേച്ചർ അഥവാ UHT മിൽക്ക് ആൻഡ് ക്രീം, പാല്, അതുപോലെ തന്നെ ക്രീം, അതുപോലെ തന്നെ വളരെ ഹൈ ടെമ്പറേച്ചറുള്ള UHTയിലുള്ള മിൽക്കിനാണ് 5% GST ഉള്ളത്. അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് വെജിറ്റബിൾസ് അഥവാ നമ്മൾ പച്ചക്കറികളൊക്കെ സൂക്ഷിച്ചു വെക്കുമല്ലോ, ഫ്രിഡ്ജ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ബിസിനസ് ഷോപ്പിലൊക്കെ
ഫ്രൂട്ടുകളൊക്കെ അങ്ങനത്തെ വെജിറ്റബിൾസുകൾ, അതുപോലെ ഫ്രോസൺ ഗ്രേപ്സ്, മുന്തിരി, റൈസിൻസ്, നട്ട്സ്, സ്പൈസസ്, ബ്രാൻഡഡ് റൈസ്, ബ്രാൻഡുള്ള അരികൾ, അതുപോലെ തന്നെ നട്ട്സുകൾ, ബദാം തുടങ്ങിയുള്ള നട്ട്സുകൾ, അതുപോലെ തന്നെ മസാലകൾ തുടങ്ങിയുള്ള സ്പൈസസുകൾ, അതുപോലെ തന്നെ ഉണക്കമുന്തിരി, ബദാം തുടങ്ങിയിട്ടുള്ള എല്ലാ നട്ട്സിനും എത്ര പെർസെൻറ്റേജാണ് ടാക്സ് ഉള്ളത്? 5% GST ആണുള്ളത്. ഇനി പറയാൻ പോകുന്നത് ടാക്സബിൾ അറ്റ് ദി റേറ്റ് ഓഫ് 12%, 12% ടാക്സ് ഉള്ള പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? ഫ്രൂട്ട് പൾപ്പ്, ഫ്രൂട്ട് ജ്യൂസ്, അതുപോലെ തന്നെ ഡ്രിങ്ക്സ് തുടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സുകളൊക്കെ 12% GST ഉണ്ട്. അതുപോലെ തന്നെ മാർബിൾ ആൻഡ് ട്രാവർട്ടൈൻ ബ്ലോക്സ് തുടങ്ങിയിട്ടുള്ള ട്രാവർട്ടൈൻ വിലപിടിപ്പുള്ള മാർബിൾ ഉണ്ടല്ലോ, മാർബിൾസ്, അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ബ്ലോക്സുകൾ, അതുപോലെ തന്നെ പ്രിസർവ്ഡ് ഫിഷ്, അനിമൽ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്, അതുപോലെ തന്നെ അനിമലിൻ്റെ ഓയിൽ, ഫാറ്റ്സ് തുടങ്ങിയതൊക്കെ 12% ആണ് GST ഉള്ളത്. അതുപോലെ ടാക്സബിൾ അറ്റ് ദി റേറ്റ് ഓഫ് 18%, 18% ടാക്സ് ഉള്ള വസ്തുക്കളിൽ പറയുന്നത് മെജോറിറ്റി ഓഫ് ദി സപ്ലൈസ് ആർ ടാക്സബിൾ അറ്റ് ദി റേറ്റ് ഓഫ് 18%, അഥവാ സപ്ലൈ ചെയ്യുന്ന മെജോറിറ്റി പ്രൊഡക്ട്സുകളും 18% ടാക്സബിൾ ആണ് എന്നാണ്. ഇനി പറയാൻ പോകുന്നത് 7ാമത്തെ GST റേറ്റ് ആണ്, അഥവാ ടാക്സബിൾ അറ്റ് ദി റേറ്റ് ഓഫ് 28%, 28% GST കൊടുക്കേണ്ട പ്രൊഡക്ട്സുകളാണ്. ശ്രദ്ധിക്കുവിൻ, അതാണ് മൊളാസസ്, പെയിൻസ്, വാർണിഷസ്, പാൻ മസാല, നോൺ ആൽക്കഹോളിക് ബിവറേജസ്, അൺമാനുഫാക്ചർഡ് ടൊബാക്കോ എക്സെട്ര ആർ സം ഓഫ് ദി ഐറ്റംസ് ഓൺ വിച്ച് 28% ടാക്സ് ഇസ് അപ്ലിക്കബിൾ. അപ്പോൾ 28% ടാക്സുകൾ ഏതൊക്കെയാണ്? മൊലാസസ്, പെയിൻറ്റുകൾ, വാർണിഷസ്, പാൻ മസാല, അതുപോലെ തന്നെ ആൽക്കഹോൾ ഇല്ലാത്ത ബിവറേജ്, അതിനൊക്കെ ടാക്സ് 28% ആണ്. അതുപോലെ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. TDS എന്ന് പറയും, 1% TDS ആണ്. അത് TDSൻ്റെ ഫുൾ ഫോം ആണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അതെന്താണെന്നൊന്ന് ശ്രദ്ധിക്കൂ. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ലോക്കൽ അതോറിറ്റീസ് ആൻഡ് ഗവൺമെൻറ് ഏജൻസീസ്. ഇവിടെ പറയാൻ പോകുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് ഏജൻസികൾ, ഹൂ ആർ റെസിപ്പിയൻസ് ഓഫ് സപ്ലൈ, ഇവരാരെങ്കിലും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഒരു ഏജൻസീസ്, സർക്കാർ ഏജൻസികളൊക്കെ സപ്ലൈയുടെ റിസിപ്പിയൻറ്റ് അഥവാ സപ്ലൈ വാങ്ങുന്നവരാകുന്ന സമയത്ത് ഹാവ് ടു ഡിഡക്റ്റ് ടാക്സ് അറ്റ് ദി റേറ്റ് ഓഫ് 1% ഫ്രം ദി പേയ്മെൻറ്റ് മെയ്ഡ്. അവിടെ നൽകുന്ന പേയ്മെൻറ്റിൽ നിന്നും 1% ഡിഡക്റ്റ് ചെയ്യണം. അതിനെയാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഓർ പേയ്മെൻറ്റ് മെയ്ഡ് ഓർ ക്രെഡിറ്റഡ് ടു ദി സപ്ലയർ, അഥവാ സപ്ലയർക്ക് കൊടുക്കാനുള്ള പേയ്മെൻറ്റിൽ നിന്നും 1% ഡിഡക്റ്റ് ചെയ്യും. അതിനെയാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇത് ഡിഡക്റ്റ് ചെയ്യാനുള്ള പവർ ആർക്കുള്ളൂ? ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ലോക്കൽ അതോറിറ്റീസ്, ഗവൺമെൻറ് ഏജൻസീസ് തുടങ്ങിയ സർക്കാർ സേവന രംഗത്തുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷന് ഇത് പറയാൻ പോകുന്ന അണ്ടർ എ കോൺട്രാക്ട് എക്സീഡ്സ് 2,50,000 റുപ്പീസ്, 2 ലക്ഷവും അതുപോലെ തന്നെ 50,000 രൂപയും എക്സീഡ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് 1% അവൈലബിൾ ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ കോൺട്രാക്റ്റിലുമില്ല. 2,50,000 രൂപയുള്ള ഒരു കോൺട്രാക്റ്റിൽ മാത്രമേ ഉള്ളൂ 1% TDS കിട്ടുകയുള്ളൂ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GST റേറ്റ് പറയാൻ പോകുന്നത് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. ഇത് TCS ആണ്. ഇത് 2% ആണുള്ളത്, 2% ആണ്. അഥവാ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിന് ടാക്സ് അറ്റ് സോഴ്സ് എന്ന പേര് 2% ടാക്സ് ഉണ്ട്. അത് ഏതിനൊക്കെയാണ്? നെറ്റ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈസ്. അവർ സപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ വാല്യൂയിൽ നോക്കിയിട്ട് 2% ടാക്സ് കൊടുക്കുന്നുണ്ട്. അതെപ്പോഴാണ്? വെൻ ദേ മേക്ക് പേയ്മെൻറ്റ്സ് ടു സപ്ലയേഴ്സ് സപ്ലൈയിങ് ഗൂഡ്സ് ഓർ സർവീസസ് ത്രൂ ദെയർ പോർട്ടൽസ്. ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് അവരുടെ പോർട്ടലിലൂടെ ഗുഡ്സോ അതുപോലെ തന്നെ സർവീസസോ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് പേയ്മെൻറ്റ് ചെയ്യുമല്ലോ. ആ പേയ്മെൻറ്റിൽ വരുമ്പോഴാണ് ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിന് വേണ്ടി മാത്രം TCS എന്ന പേരിൽ അഥവാ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന പേരിൽ 2% 2% GST റേറ്റ് ഉള്ളത്. ഇനി അടുത്ത GST റേറ്റ്, 10ാമത്തെ GST റേറ്റ്, ദി ലാസ്റ്റ് ആൻഡ് ഫൈനൽ GST റേറ്റ് ഈസ് കമ്പോസിറ്റ് ടാക്സ്. കമ്പോസിറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ അത് 1% 1% ആണ്. വിത്ത് എഫക്റ്റ് ഫ്രം 15/11/2017 അഥവാ 2017 ഡിസംബറിൽ
15-ാം മാസത്തിലൂടെയാണ് ഈ കമ്പോസിറ്റ് ടാക്സ് നിലവിൽ വന്നത്. എന്താണ് ഈ കമ്പോസിറ്റ് ടാക്സ്? അഥവാ സ്മോൾ സ്കെയിൽ ബിസിനസ് ഫേംസ് ഉണ്ടല്ലോ, ചെറിയ കുടിൽ വ്യവസായ ബിസിനസ്സൊക്കെ, സ്മോൾ സ്കെയിൽ ബിസിനസ്, അവരുടെ ടേൺ ഓവർ അപ് ടു 1.5 crore അഥവാ 1.5 കോടി ടേൺ ഓവറുള്ള സ്മാൾ സ്കെയിൽ ബിസിനസ്സുകാർക്കൊക്കെ ഈ ഒരു കമ്പോസിഷൻ സ്കീമിന് വേണ്ടി അപേക്ഷിക്കാം. ഇത് 2017 ഡിസംബർ 15 മുതലാണ് നിലവിൽ വന്നത്. അഥവാ ഈ 1.5 കോടി ടേൺ ഓവറുള്ള എല്ലാ സ്മാൾ സ്കെയിൽ ബിസിനസ്സുകാർക്കും 1% കമ്പോസിറ്റ് ടാക്സ് സ്കീമിലൂടെ നടപ്പിലാക്കി. അതിനെയാണ് ഈ കമ്പോസിറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് മറ്റൊരു പ്രത്യേകത, ഹോട്ടലുകളിലൊക്കെ ഈ ഒരു കമ്പോസിറ്റ് ടാക്സ് 1% മറിച്ച് 5% ഉണ്ട്, 5% ഉണ്ട്. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ളത്, ദോസ് ഹൂ ഓപ്റ്റ് ഫോർ കമ്പോസിഷൻ സ്കീം, ഈ പറയപ്പെട്ട കമ്പോസിഷൻ സ്കീമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത ആളുകൾ ഹാവ് ടു പേ ടാക്സ് അറ്റ് ദി പ്രിസ്ക്രൈബ്ഡ് റേറ്റ്. ആ ഒരു റേറ്റ് അഥവാ 1% മാത്രമേ അവർക്ക് ടാക്സ് പേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ബേസ്ഡ് ഓൺ ദി ടോട്ടൽ ടേൺ ഓവർ, അവരുടെ ടേൺ ഓവർ നോക്കിയിട്ട് ഈ പറയപ്പെട്ട ഹോട്ടലുകാർക്ക് 5%, ഹോട്ടൽ അല്ലാത്ത മറ്റുള്ള സ്മാൾ സ്കെയിൽ ബിസിനസ്സുകാർക്ക് 1% എന്ന നിരക്കിലായിരിക്കണം GSTയുടെ കമ്പോസിറ്റ് ടാക്സ് വരേണ്ടത്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10ഓളമുള്ള GST റേറ്റ് അഥവാ GST നിരക്കുകൾ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഓർ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അഥവാ നാം മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് CGST, എന്താണ് SGST, എന്താണ് IGST എന്ന്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, CGSTയുടെയും SGSTയുടെയും കീഴിൽ എങ്ങനെയൊക്കെയാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. നോക്കാം. ദി സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് ലെവീഡ് അണ്ടർ സെക്ഷൻ 9 ഓഫ് ദി CGST ആക്ട്. ആദ്യമായി പറയാൻ പോകുന്നത് CGST അഥവാ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ കീഴിൽ നമ്മുടെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള ആ ഒരു പവർ കിട്ടിയിട്ടുള്ളത് CGST ആക്ടിലെ 9ാമത്തെ സെക്ഷൻ പ്രകാരമാണ്. ഈ 9ാമത്തെ സെക്ഷൻ ധാരാളം ചാർജുകൾ നൽകുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിക്കൊണ്ട് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഷാൾ ബി ലെവീഡ് എ ടാക്സ് കോൾ ദി സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ CGST. CGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകളുടെ ഉള്ളിലായിക്കൊണ്ട് അഥവാ ഇൻട്രാ സ്റ്റേറ്റ് അഥവാ വിത്തിൻ ദി സ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്യുമല്ലോ, ആ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള അത് കാരണത്താൽ ഇങ്ങനെ ഇൻട്രാ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടാക്സിനെയാണ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് CGST എന്ന് വിളിക്കുന്നത്. ഈ CGST കളക്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ CGST എന്ന് പറയുന്നത് ആൽക്കഹോളിക് ലിക്വർ, ആൽക്കഹോളുള്ള ലിക്വർ ഒരിക്കലും അതിൻ്റെ മേൽ CGST ഉണ്ടാകാൻ പാടില്ല. അതാണ് പറഞ്ഞത് CGST ഷാൾ നോട്ട് ബി അപ്ലിക്കബിൾ ഓൺ ദി സപ്ലൈ ഓഫ് ആൽക്കഹോളിക് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. മനുഷ്യൻ്റെ കൺസംഷന് വേണ്ടിയിട്ട് അഥവാ കുടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആൽക്കഹോളിക് ലിക്വർ, മനുഷ്യൻ്റെ ഉപഭോഗത്തിന് വേണ്ടിയിട്ടുള്ള ആൽക്കഹോളിക് ലിക്വറിന് മേൽ CGST അപ്ലിക്കബിൾ അല്ല. അതുപോലെ തന്നെ CGSTയുടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് സെക്ഷൻ 15 പ്രകാരം ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്ത് പറയാൻ പോകുന്നത് SGST ആണ് അഥവാ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഈ SGSTയുടെ നിരക്കുകളൊക്കെ ഗവൺമെൻറ് മുമ്പേ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. GST കൗൺസിലോട് കൂടെ SGSTയുടെ റേറ്റ് എത്രയാണെന്നൊക്കെ മുമ്പ് തന്നെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ആ പറയപ്പെട്ട ആ ഒരു നിരക്കിൽ തന്നെ ആയിരിക്കണം ടാക്സ് എല്ലാം കളക്ട് ചെയ്യേണ്ടത്. ഈ CGSTൻ്റെ മറ്റൊരു പോയിൻ്റാണ് CGST ഷാൾ ബി പെയ്ഡ് ബൈ ദി ടാക്സബിൾ പേഴ്സൺ അഥവാ ടാക്സ് അടയ്ക്കേണ്ട പേഴ്സൺ ആരാണോ അയാൾ തന്നെയാണ് CGSTയും പേ ചെയ്യേണ്ടത്. എന്നാൽ നെക്സ്റ്റ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ CGST അഥവാ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഏതൊക്കെ പ്രൊഡക്റ്റിനാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ദി സെൻട്രൽ ടാക്സ് ഓൺ ദി സപ്ലൈ ഓഫ് പെട്രോളിയം ക്രൂഡ് ഓയിൽ അഥവാ പെട്രോളിയം ക്രൂഡ്, അതുപോലെ തന്നെ ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ് അഥവാ നമ്മൾ സാധാരണ പറയുന്ന പെട്രോൾ ഡീസൽ ക്രൂഡ് ഓയിൽ, അതുപോലെ നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ ടർബൈൻ ഫ്യൂവൽ തുടങ്ങിയിട്ടുള്ള ഈ പറയപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ എല്ലാം ടാക്സുകളും ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നത് CGSTയുടെ കീഴിലാണ്. അഥവാ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ കീഴിലാണ് ഇതൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഈ പറയാൻ പോകുന്നത് റിവേഴ്സ് ചാർജ് ആണ്. ഇനി റിവേഴ്സ് ചാർജ് രൂപത്തിൽ ടാക്സ് കൊടുക്കുന്ന സമയത്ത് അതും CGSTയുടെ കീഴിൽ തന്നെയാണ്. ഇതാണ്
CGSTയിൽ കളക്ട് ചെയ്യുന്ന ടാക്സിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ഭാഗങ്ങൾ. ഡിയേഴ്സ്, എന്താണ് റിവേഴ്സ് ചാർജ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അഥവാ ഒരു ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ വിൽപ്പന ചെയ്യുന്ന ആൾ GSTയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ, അതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ പ്രൊവൈഡ് ചെയ്യുന്നത്, അഥവാ ഗുഡ് വിൽപ്പന ചെയ്യുന്നത്, ആ വസ്തു വിൽപ്പന ചെയ്യുന്നത് GSTയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ഒരു വ്യക്തിക്കാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് സപ്ലയർ ആണെങ്കിൽ GSTയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത വ്യക്തിയല്ല. എന്നാൽ ഈ ഒരു വസ്തു വാങ്ങിയ ആൾ എന്താണ്, GSTയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ആളുമാണ്. ആ സമയത്താണ് ഇവിടെ റിവേഴ്സ് ചാർജ് വരുന്നത്. ഈ സമയത്ത് GST അടയ്ക്കേണ്ടത്, ഗവൺമെൻറ്റിലേക്ക് GST അടക്കേണ്ടത് സപ്ലയർ അല്ല, മറിച്ച് ഈ ഗുഡ്സ് വാങ്ങിയ റിസീവറാണ് ഗവൺമെൻറ്റിലേക്ക് ഡയറക്റ്റ്ലി ഈ ഒരു ടാക്സ് അടയ്ക്കേണ്ടത്. കാരണം ഇവിടെ GSTയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യാത്ത വ്യക്തിയാണ് GSTയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത വ്യക്തിക്ക് ഈ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഈ ഒരു സപ്ലയർ ആണെങ്കിൽ GSTയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, നോൺ രജിസ്റ്റേർഡ് ആണ്. എന്നാൽ വാങ്ങിയ ആളോ രജിസ്റ്റേർഡുമാണ്. ആ സമയത്ത് സപ്ലയർ അല്ല, മറിച്ച് റിസീവറാണ് ഗവൺമെൻറ്റിലേക്ക് GST അടയ്ക്കേണ്ടത്. അപ്പോൾ CGSTയുടെ കീഴിൽ ആരൊക്കെയാണ് ഈ റിവേഴ്സ് ചാർജിൻ്റെ കീഴിൽ ഈ ഒരു റിസീവർ എപ്പോഴൊക്കെയാണ് GST കൊടുക്കേണ്ടതെന്നുള്ള കാറ്റഗറിയൊക്കെ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുമെന്നാണ് ഇതിൽ പറയുന്ന ലാസ്റ്റ് പോയിന്റ്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ടാക്സബിൾ പേഴ്സൺ. ആരാണ് ടാക്സ് പേ ചെയ്യേണ്ടത്, ആരാണ് ടാക്സ് അടയ്ക്കേണ്ടത്? അത് താഴെയുള്ള ഡെഫിനിഷൻ നോക്കൂ. Casual taxable person means a person who supplies taxable goods or services occasionally in a taxable territory where he does not have a fixed place of business. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാതെ, ബിസിനസ് നടത്താൻ ഒരു ഫിക്സഡ് പ്ലേസ് ഇല്ലാതെ ഒരു വ്യക്തി ഗുഡ്സുകളോ സർവീസസുകളോ സപ്ലൈ ചെയ്യുന്നു. അത് തന്നെ ടാക്സ് കൊടുക്കേണ്ട ഗുഡ്സും സർവീസസും ടാക്സ് കൊടുക്കുന്ന ടെറിട്ടറിയിൽ, ടാക്സ് കൊടുക്കേണ്ട ഒരു ടെറിട്ടറിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ അദ്ദേഹമാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് കൊടുക്കേണ്ട ഗുഡ്സും സർവീസസും ടാക്സബിൾ ടെറിട്ടറിയിൽ വെച്ചുകൊണ്ട് ഈ ഒരു ഗുഡ്സും സർവീസും അദ്ദേഹം സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹമാണ് ടാക്സബിൾ പേഴ്സൺ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി ടാക്സബിൾ പേഴ്സണിൻ്റെ കീഴിൽ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് നോട്ട്സുകളാണ്. ആരൊക്കെയാണ് ഈ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്ന ഈ പേഴ്സണിൽ ഉൾപ്പെടുന്നത്? അത് ഇൻഡിവിജ്വൽസ് ആകാം, അഥവാ വ്യക്തികളാകാം, അതുപോലെ തന്നെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആവാം, കമ്പനി ആകാം, ഇൻക്ലൂഡിങ് ഗവൺമെൻറ് കമ്പനി, ഫേം, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, അതുപോലെ തന്നെ ആൻ അസോസിയേഷൻ ഓഫ് എ പേഴ്സൺ. അഥവാ കമ്പനി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനി ആകാം, അതുപോലെ തന്നെ ഗവൺമെൻറ് കമ്പനി ആവാം, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആവാം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആകാം, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആകാം, കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, ലോക്കൽ അതോറിറ്റി ആവാം, അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻക്ലൂഡിങ് എ കോർപ്പറേഷനും ആകാം. ഇവരൊക്കെ ഈ പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് എ ബിസിനസ്, അദ്ദേഹത്തിനൊരു കറക്റ്റ് ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല എന്ന് പറഞ്ഞു. ആ ഒരു കറക്റ്റ് പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ് ഈ പ്ലേസ് ഓഫ് ബിസിനസ് പറഞ്ഞാൽ? പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം അഥവാ രജിസ്ട്രേഷൻ കഴിഞ്ഞ, അഥവാ അദ്ദേഹം ഈ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ആ സ്ഥലത്ത് എവിടെ വെച്ചാണോ അദ്ദേഹം ബിസിനസ് നടത്തുന്നത് അതിനാണ് ഈ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ പ്ലേസ് അഥവാ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ദി സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, അഥവാ GSTയുടെ രജിസ്ട്രേഷനിൽ എവിടെയാണ് ബിസിനസ് നടത്തുന്നത്, പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണെന്ന് മെൻഷൻ ചെയ്യണം. അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസ്, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് പോർഷനിലേക്ക് പോവുകയാണ്, അഥവാ പവർ ടു ഗ്രാൻഡ് എക്സംഷൻ ഫ്രം ടാക്സ്. ടാക്സിൽ നിന്നും എക്സംഷൻ കിട്ടാനുള്ള പവറാണ്. നോക്കാം, ഗുഡ്സിൽ കാണാം നമുക്ക് ടാക്സബിൾ അറ്റ് നില്ല് റേറ്റ് ഓഫ് ടാക്സ്, അഥവാ 0% ടാക്സ് എന്ന് കാണാം. അതിൻ്റെ അർത്ഥം ആ ഒരു ഗുഡ്സിന് ടാക്സ് ഇല്ല എന്നാണ്. അതുപോലെ തന്നെ ചില ഗുഡ്സ് ഉണ്ടാവും ഹോളി
ഓർ പാർഷ്യലി എക്സംപ്റ്റഡ് ഫ്രം CGST ഓർ IGST. CGSTയിൽ നിന്നും അതുപോലെ തന്നെ IGST ടാക്സിൽ നിന്നൊക്കെ ഒന്നുകിൽ പരിപൂർണമായിക്കൊണ്ട് ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി ഭാഗികമായിക്കൊണ്ട് ടാക്സിൽ നിന്നും എക്സംപ്റ്റ് ആയിട്ടുള്ള ഗുഡ്സും കാണാം. അതൊക്കെ സെക്ഷൻ 11 എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, നോൺ ടാക്സബിൾ സപ്ലൈസ് ആസ് ഡിഫൈൻ അണ്ടർ സെക്ഷൻ 2 ഓഫ് 780. 78ാമത്തെ ആർട്ടിക്കിൾ 2ാമത്തെ സെക്ഷനിൽ പറയുന്നുണ്ട് ഏതൊക്കെയാണ് നോൺ ടാക്സബിൾ സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെ. അതെല്ലാം ഈ ആക്ട് പ്രകാരം നോൺ ടാക്സബിൾ ആണ് അഥവാ എക്സംപ്റ്റഡ് ആണ്. അതിനൊരു ഉദാഹരണമാണ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. മനുഷ്യൻ്റെ ഉപഭോഗത്തിന് വേണ്ടിയിട്ട് ആൽക്കഹോളിക് ലിക്കർ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തില്ല, GST ഇല്ല. ഇനി അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ടൈം ആൻഡ് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ടൈം ആൻഡ് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ദി പോയിൻ്റ് ഓഫ് ടാക്സേഷൻ, ടൈപ്പ് ഓഫ് ടാക്സ് ആൻഡ് എമൗണ്ട് ഓഫ് ടാക്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈം, പ്ലേസ് ആൻഡ് വാല്യൂ ഓഫ് സപ്ലൈ. അഥവാ ടാക്സ് ചെയ്യുന്ന പോയിൻ്റ് എവിടെയാണ്, അതുപോലെ തന്നെ ടാക്സ് എങ്ങനെയാണ് മേടിക്കേണ്ടത്, എത്ര മേടിക്കണമെന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ടാക്സ് കൊടുക്കേണ്ട വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ ടൈമും പ്ലേസും അതുപോലെ തന്നെ വാല്യൂ ഓഫ് സപ്ലൈയും മനസ്സിലാക്കണം. അതനുസരിച്ചിട്ടാണ് എത്ര എമൗണ്ടാണ് ടാക്സ് അടയ്ക്കണമെന്നൊക്കെ തീരുമാനിക്കുക. സോ ആദ്യമായിക്കൊണ്ട് ഫസ്റ്റ് നാം പറയാൻ പോകുന്നത് ടൈം ഓഫ് സപ്ലൈ ആണ്. എന്താണ് ടൈം ഓഫ് സപ്ലൈ? ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ദി പോയിൻറ്റ് ഇൻ ടൈം വെൻ ഗുഡ്സ് ഓർ സർവീസസ് ആർ കൺസിഡേർഡ് സപ്ലൈഡ്. ഗുഡ്സുകളോ അല്ലെങ്കിൽ സർവീസസുകളോ സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് പരിഗണിക്കാൻ പറ്റുന്ന ആ ഒരു പോയിൻ്റ്, ആ ഒരു ടൈമിനെയാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഈ ഒരു ടൈം സെല്ലർ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ പേയ്മെൻറ്റ് ഓഫ് ടാക്സസുകൾ അഥവാ ടാക്സ് അടക്കാനൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് അടക്കാൻ സാധിക്കുള്ളൂ. ഇതാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ ടൈം ഓഫ് സപ്ലൈയിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗുഡ്സ് ആൻഡ് സർവീസസ് ഹാവ് എ സെപ്പറേറ്റ് ബേസിസ് ടു ഐഡൻറ്റിഫൈ ദെയർ ടൈം ഓഫ് സപ്ലൈ. ഗുഡ്സിനും സർവീസിനും സെപ്പറേറ്റ് ടൈമാണ്. ആദ്യം നമുക്ക് ഗുഡ്സിൻ്റെ ടൈം ഓഫ് സപ്ലൈ പഠിക്കാം. എന്താണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ് ഓഫ് അഥവാ താഴെ പറയുന്ന ഈ 3 ഡേറ്റിൽ ഏതാണോ ആദ്യം ഏർലിയസ്റ്റ് ആയി നടക്കുന്നത് അതാണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. അത് നോക്കേണ്ടത്, ഒന്ന് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് അഥവാ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്. രണ്ടാമത്തത് ലാസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ഇൻവോയ്സ് ഷുഡ് ബീൻ ഇഷ്യൂഡ് അഥവാ അവസാനം ഇഷ്യൂ ചെയ്ത ഇൻവോയ്സിലെ ഡേറ്റ്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് അഡ്വാൻസ് പേയ്മെൻറ്റ്, അഡ്വാൻസ് ആയിക്കൊണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഡേറ്റ്. ഈ 3 ഡേറ്റ് നോക്കിയിട്ട് ഏതാണോ ഏർലിയസ്റ്റ്, ഏറ്റവും ആദ്യം വന്ന ഡേറ്റ് ഏതാണ്, അതായിരിക്കും ആ ഗുഡ്സിൻ്റെ ടൈം എന്ന് പറയുന്നത്, ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് സർവീസിൻ്റെ ടൈം ഓഫ് സപ്ലൈ ആണ്. സർവീസിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ താഴെ പറയുന്ന ഈ 3 ഡേറ്റിൽ ആദ്യം വരുന്നത് ഏതാണ്, ആ ഡേറ്റ് ആയിരിക്കും. ഏതൊക്കെയാണ് 3 ഡേറ്റ്? ഒന്ന് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്. സെക്കൻഡ്, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് അഡ്വാൻസ് പേയ്മെൻറ്റ്, അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തിയ ഡേറ്റ്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസസ് അഥവാ സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ്. അഥവാ ഇൻവോയ്സിൽ ഉണ്ടാവും എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രിസ്ക്രൈബ്ഡ് പീരീഡ് അവിടെ ഇഷ്യൂ ചെയ്യുന്നുണ്ടാവില്ല. ആ സമയത്ത് ഈ 3 ഡേറ്റാണ് നോക്കേണ്ടത്. അഥവാ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് അഡ്വാൻസ്മെൻറ്റ് പേയ്മെൻറ്റ്, ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസസ്. ഈ 3 ഡേറ്റിൽ ഏതാണ് ഏർലിയസ്റ്റ് ആയിക്കൊണ്ട് നേരത്തെ വരുന്നത്, ആ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ഫോർ സർവീസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് അണ്ടർ റിവേഴ്സ് ചാർജ്. ഞാൻ പറഞ്ഞു എന്താണ് റിവേഴ്സ് ചാർജ് എന്ന്. ഈ റിവേഴ്സ് ചാർജിൻ്റെ കീഴിൽ ടൈം ഓഫ് സപ്ലൈ എന്തായിരിക്കും? ഇൻ കേസ് ഓഫ് റിവേഴ്സ് ചാർജ്, അത് റിവേഴ്സ് ചാർജ് ആണെങ്കിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഈ താഴെ പറയുന്ന 2 ഡേറ്റിൽ ഏതാണോ ഏർലിയസ്റ്റ് അതായിരിക്കും. ഏതൊക്കെ? ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, പേയ്മെൻറ്റ് ചെയ്ത ഡേറ്റ്. അതുപോലെ തന്നെ 30 ഡേയ്സ് ഫ്രം ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഫോർ ഗുഡ്സ് ഓർ 60 ഡേയ്സ് ഫോർ സർവീസസ്. അഥവാ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ 30 ദിവസം, ഗുഡ്സിനാണെങ്കിൽ 30 ദിവസം, സർവീസസിനാണെങ്കിൽ 60 ദിവസം. ഈ 2 ഡേറ്റുകൾ നോക്കിയിട്ട് ഏതാണോ ഏർലിയസ്റ്റ് അതായിരിക്കും റിവേഴ്സ് ചാർജിൻ്റെ കീഴിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് ടൈം നോക്കണം, പ്ലേസ് നോക്കണം, വാല്യൂ നോക്കണം. ടൈം നാം ഫുള്ള് പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ആണ്. എന്താണ് പ്ലേസ് ഓഫ് സപ്ലൈ? ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്ലേസ് ഓഫ് സപ്ലൈ അനുസരിച്ചിട്ടാണ് നമ്മൾ ടാക്സ് എല്ലാം പരിഗണിക്കുന്നത്. ആദ്യമായി കൊണ്ട് ഗുഡ്സിൻ്റെ നോക്കാം. പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്
നമുക്കറിയാം സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ വേർ ദി ഗുഡ്സ് ആർ ഡെലിവേർഡ്, എവിടെയാണ് ഗുഡ്സുകളെല്ലാം സപ്ലൈ ചെയ്തത്, ഡെലിവർ ചെയ്തത്, ആ പ്ലേസ്, ആ സ്ഥലത്തിനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേർ ദി ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ചേഞ്ചസ്, എവിടെയാണോ ആ ഗുഡ്സ് സപ്ലൈ ചെയ്തുകൊണ്ട് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നത്, മാറുന്നത്, ആ വിൽപ്പന നടക്കുന്നത്, ആ സ്ഥലത്തിനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരു സംശയം വരുന്നത്, എന്നാൽ ഇവിടെ ഗുഡ്സുകളൊന്നും മൂവ്മെൻറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അപ്പോൾ എങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് നോക്കുക? അപ്പോൾ പ്ലേസ് നോക്കേണ്ടത് പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ദി ലൊക്കേഷൻ ഓഫ് ഗുഡ്സ് അറ്റ് ദി ടൈം ഓഫ് ഡെലിവറി ടു ദി റെസിപ്പിയൻറ്റ്. ആ റെസിപ്പിയൻറ്റിലേക്ക് ഡെലിവറി സമയത്ത് എവിടെയാണോ ആ ഗുഡ്സ് ഉള്ളത്, ആ ഗുഡ്സിൻ്റെ ലൊക്കേഷനാണ് അവിടെ പ്ലേസ് ഓഫ് ഗുഡ്സ് ഓഫ് സപ്ലൈയിൽ പരിഗണിക്കേണ്ടത്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ പറയാൻ പോകുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ആണ്. നാം ഗുഡ്സ് പറഞ്ഞു, ഇനി പറയാൻ പോകുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ആണ്. അഥവാ സപ്ലൈ ഓഫ് ഫോർ സർവീസസ്, അതിൻ്റെ പ്ലേസ് എന്ന് പറയുന്നതും ലൊക്കേഷൻ ഓഫ് ദി സർവീസ് റെസിപ്പൻ്റ് ആണ്. അഥവാ ഈ സർവീസ് റെസിപ്പൻ്റ് എവിടെ നിന്നാണോ റിസീവ് ചെയ്യുന്നത് ആ ഒരു ലൊക്കേഷനാണ് പ്ലേസ് ഓഫ് സപ്ലൈ ഫോർ സർവീസസ്. സർവീസസ് എവിടെ നിന്നാണോ ഈ ഒരു റെസിപ്പൻ്റ് സ്വീകരിക്കുന്നത് ആ ഒരു ലൊക്കേഷനാണ് പ്ലേസ്. എന്നാൽ ഇൻ കേസ് where the services are provided to an unregistered dealer, എന്നാൽ സർവീസ് കൊടുക്കുന്നത് രജിസ്റ്റർ ചെയ്യാത്ത അൺരജിസ്റ്റേർഡ് ഡീലറിന് ആണ് എങ്കിൽ, അല്ലെങ്കിൽ ലൊക്കേഷൻ അവൈലബിൾ അല്ല എങ്കിൽ, ആ സമയത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡറിൻ്റെ ലൊക്കേഷനാണ് പരിഗണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അഥവാ ഒരു സർവീസ് സപ്ലൈ ചെയ്യാണ്, അഥവാ ഒരു സർവീസ് കൊടുക്കുന്ന ആ സമയത്ത് ഈ റെസിപ്പിയൻറ്റിൻ്റെ ലൊക്കേഷൻ ആദ്യം പരിഗണിക്കേണ്ടത്. എന്നാൽ അങ്ങനെ ഈ ഒരു റെസിപ്പിയൻറ്റ് രജിസ്റ്റേർഡ് അല്ല, അല്ലെങ്കിൽ ലൊക്കേഷനൊന്നും അവൈലബിൾ അല്ല എങ്കിൽ, റെസിപ്പിയൻറ്റിൻ്റെ ലൊക്കേഷൻ അവൈലബിൾ അല്ല എങ്കിൽ ആ സമയത്ത് സർവീസ് പ്രൊവൈഡറിൻ്റെ ലൊക്കേഷനാണ് പരിഗണിക്കേണ്ടത് എന്ന്. അപ്പോൾ ടൈം പറഞ്ഞു, പ്ലേസും പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഗുഡ്സും സർവീസിൻ്റെയും വാല്യൂ നോക്കാം. വാല്യൂ ഓഫ് സപ്ലൈ മീൻസ് the money that a seller would want to collect the goods and services supplied. അഥവാ ഗുഡ്സുകളും സർവീസസുകളും സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും ഈ ഒരു സപ്ലൈ ചെയ്ത വ്യക്തി ആവശ്യപ്പെടുന്ന ക്യാഷ്, ആ മണി, ആ പൈസക്കാണ് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിമ്പിളായി പറഞ്ഞാൽ ദി എമൗണ്ട് കളക്റ്റഡ് ബൈ ദി സെല്ലർ ഫ്രം ദി ബയ്യർ ഈസ് ദി വാല്യൂ ഓഫ് സപ്ലൈ. ഒരു സെല്ലർ ബയ്യറിൽ നിന്നും കളക്ട് ചെയ്യുന്ന എമൗണ്ടിനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, നാം ഇവിടെ നോക്കുന്ന സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ വാല്യൂ ആയിരിക്കണം. ഞാൻ മാർക്ക് ചെയ്ത പോയിന്റ് ശ്രദ്ധിക്കൂ, ട്രാൻസാക്ഷണൽ വാല്യൂ ആയിരിക്കണം. അഥവാ സാധാരണഗതിയിൽ ഒരു ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്യുമ്പോൾ വാങ്ങുന്ന വില എത്രയാണ് അതാണ് നോക്കേണ്ടത്. ചില സമയത്ത് സപ്ലയറും അതുപോലെ തന്നെ ഇവിടെ വാങ്ങുന്ന ഈ ഒരു സെല്ലറും ബയ്യറും ചിലപ്പോൾ കുടുംബക്കാരായിരിക്കും, റിലേറ്റീവ്സ് ആയിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ യഥാർത്ഥ വിലയിലല്ല ഗുഡ്സുകൾ സപ്ലൈ ചെയ്യുക. അതുകൊണ്ടാണ് പറഞ്ഞത് അവർ റിലേറ്റീവ്സ് ആവാൻ പാടില്ല, നോൺ റിലേറ്റീവ്സ് ആയിരിക്കണം. അങ്ങനെ പരസ്പരം അറിയാത്ത നോൺ റിലേറ്റീവ്സ് ആയിരിക്കണം. അതാ പറയുന്നത് ദിസ് ഈസ് ദി വാല്യൂ അറ്റ് വിച്ച് അൺറിലേറ്റഡ് പാർട്ടീസ് വുഡ് ട്രാൻസാക്ട് ഇൻ ദി നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൽ റിലേറ്റഡ് ഇല്ലാത്ത പാർട്ടികൾ അഥവാ ബന്ധമില്ലാത്ത വ്യക്തികളായിരിക്കണം നോർമൽ ആയിട്ടുള്ള വിലക്കാണ് വിൽക്കേണ്ടത്. ആ വിലയ്ക്കാണ്, ആ ഒരു മണിക്കാണ്, ആ ഒരു വാല്യൂവിനാണ് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ടൈം ആൻഡ് പ്ലേസ് ആൻഡ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ളതാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗം. ഇനി GST എങ്ങനെയാണ് രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ്. GSTയുടെ കീഴിൽ രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ള ബാധ്യത ടാക്സ് അടക്കുന്ന വ്യക്തിക്കാണ്. അത് എപ്പോഴാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് അതൊന്ന് വായിക്കാം, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കും. ആ മാർക്ക് ചെയ്ത പോയിന്റ്, when the person is a supplier and the aggregate turnover in the financial year is above the threshold limit of 20 lakh rupees. അഥവാ സപ്ലയർ ഇവിടെ ഒരു ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ സപ്ലൈ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് 20 ലക്ഷത്തിനേക്കാൾ മുകളിലുണ്ട് എങ്കിൽ അദ്ദേഹം GSTയുടെ കീഴിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം.
CBIC പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ത്രഷോൾഡ് 20 ലക്ഷം മുതൽ 40 ലക്ഷം വരെയാണ് എങ്കിലും രജിസ്ട്രേഷൻ എടുക്കണം. അഥവാ 2019 ഏപ്രിൽ 1 ഈ ഒരു ആക്ട് വന്നത്. അഥവാ 20 ലക്ഷം മുതൽ 40 ലക്ഷം വരെയുള്ള വ്യക്തികൾ ഒരു വർഷത്തിനുള്ളിൽ ഇത്ര ടേൺ ഓവർ ഉണ്ട് എങ്കിൽ 20 lakh to 40 lakh ഉണ്ട് എങ്കിൽ നിർബന്ധമായിക്കൊണ്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അപ്പോൾ 20 ലക്ഷം ടേൺ ഓവർ ഉള്ള ഒരു വ്യക്തി അദ്ദേഹം എന്ത് ചെയ്യണം, GSTയുടെ കീഴിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അത് അദ്ദേഹത്തിൻ്റെ ലാബിലിറ്റിയാണ്, ബാധ്യതയാണ്. അതുപോലെ തന്നെ ഹിയർ ദി സർട്ടൻ കാറ്റഗറീസ് ഓഫ് സപ്ലയേഴ്സ് ഹു ആർ റിക്വയർഡ് ടു ഗെറ്റ് കമ്പൽസറി രജിസ്ട്രേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദീസ് ദെയർ ടേൺ ഓവർ. നാം പറഞ്ഞു 20 ലക്ഷം ടേൺ ഓവർ ഉള്ളവർ എന്ന്. എന്നാൽ ചില പ്രത്യേകം കാറ്റഗറിയിലുള്ള വിഭാഗം സപ്ലയേഴ്സ് അവർ ഈ ഒരു 20 ലക്ഷം ടേൺ ഓവറിലൊന്നും അവർക്ക് ഒരു വർഷത്തിൽ എത്തിയിട്ടില്ല എങ്കിൽ കൂടി നിർബന്ധമായിക്കൊണ്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അത് കമ്പൽസറിയാണ്. അതാരൊക്കെയാണെന്ന് നാം പറയും. അവരുടെ ത്രഷോൾഡ് ലിമിറ്റ് 20 ലക്ഷം എത്തിയിട്ടുണ്ടായിരിക്കില്ല എങ്കിൽ കൂടി അവർ രജിസ്ട്രേഷൻ എടുക്കൽ നിർബന്ധമാണ്. അവരിൽപ്പെട്ട ഒരാളാണ് CTP അഥവാ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ആരാണ് CTP നോക്കാം. CTP എന്ന് പറഞ്ഞാൽ ടെമ്പററി രജിസ്ട്രേഷൻ ആണ് എടുക്കേണ്ടത് എങ്കിൽ കൂടി ഈ CTP എന്ന് പറയുന്നത് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ്. അദ്ദേഹത്തിന് എന്തായാലും നിർബന്ധമായിക്കൊണ്ടും ഈ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതായത് നിബന്ധനകളൊക്കെ ഞാൻ വരുന്ന സംസാരത്തിൽ നമുക്ക് കേൾക്കാം. അപ്പോൾ CTP പറയാൻ പോവുകയാണ് ടെമ്പററി രജിസ്ട്രേഷൻ വിച്ച് ഈസ് വാലിഡ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 90 ഡേയ്സ്. അതുപോലെ തന്നെ ഈ 90 ഡേയ്സ് ഇൻ ദി സ്റ്റേറ്റ് ഫ്രം വെർ ഹി സീക്സ് ടു സപ്ലൈ ആസ് എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. അഥവാ ഒരു ടെമ്പററി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് മാക്സിമം 90 ദിവസമാണ്. 90 ദിവസമായിരിക്കണം അതിൻ്റെ മാക്സിമം വാലിഡിറ്റി. 90 ദിവസമെങ്കിൽ വേണം മാക്സിമം. അതുപോലെ തന്നെ അവിടെ അദ്ദേഹം എടുക്കുന്ന ഈ ഒരു രജിസ്ട്രേഷനാണ് ഇവിടെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ CTP എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ നമ്മൾ പറഞ്ഞു ടേൺ ഓവറിൽ 20 lakhs ഇല്ലെങ്കിൽ കൂടി നിർബന്ധമായിക്കൊണ്ടും എന്തിരിക്കണം, GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതുപോലെ തന്നെ ചില പ്രത്യേകം ബിസിനസ്സും ഇതുപോലെ തന്നെയാണ്. അവർക്ക് GST രജിസ്ട്രേഷൻ എടുക്കൽ മാൻഡറ്ററിയാണ്, കമ്പൽസറിയാണ്, നിർബന്ധമാണ്. അങ്ങനെ അവർ GST എടുത്തിട്ടില്ല എങ്കിൽ അവർക്കെതിരെ പെനാൽറ്റിയും ഒഫൻസും ഒക്കെ അവിടെ കേസായി വരും. അപ്പോൾ ഇനി പറയാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു മാർക്ക് ചെയ്ത പോയിൻ്റാണ്. അഥവാ GST രജിസ്ട്രേഷൻ യൂഷ്വലി ടേക്സ് ബിറ്റ്വീൻ 2 to 6 വർക്കിംഗ് ഡേയ്സ്. അഥവാ GST രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകാൻ മിക്കവാറും 2 ദിവസത്തിനേക്കാൾ കൂടുതൽ 2 ദിവസം മുതൽ 6 ദിവസം വരെ വർക്കിംഗ് ഡേയ്സ് ചിലവാകും. അഥവാ 6 ദിവസം സാധാരണഗതിയിൽ 6 ദിവസം പിടിക്കാറുണ്ട് GST രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവാൻ എന്ന്. ഇതാണ് GST രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഈ രജിസ്ട്രേഷനെ പറ്റിയിട്ട് തന്നെയാണ്. ഈ രജിസ്ട്രേഷന് കീഴിൽ വന്നിട്ടുള്ള ചില അമെൻമെൻറ്റുകൾ നമുക്ക് നോക്കാം, ഭേദഗതികൾ. 2018 7 മാസം 21 തീയതി ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് 28ാമത്തെ മീറ്റിങ്ങിലാണ് ഈ ഒരു GST രജിസ്ട്രേഷനെ പറ്റിയിട്ട് നിയമം വരുന്നത്. അത് തന്നെ നമുക്കറിയാം UG അഥവാ IGSTയും അതുപോലെ തന്നെ CGSTയും UTGSTയും GST ആക്റ്റൊക്കെ വന്നത് 2019 2 മാസം അഥവാ ഫെബ്രുവരിയിൽ 1 2019 ഫെബ്രുവരി 1 ഈ പറയപ്പെട്ട CGST ആക്റ്റും IGST ആക്റ്റും UTGST ആക്റ്റും GST ആക്റ്റും ഒക്കെ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അമെൻമെൻ്റായി പറയുന്നത്. അടുത്തതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ്, അഥവാ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. നാം രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യം പറഞ്ഞു. ഈ എടുത്ത രജിസ്ട്രേഷൻ തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ, ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ക്യാൻസൽ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നൊന്ന് നമുക്ക് പഠിക്കാം. ക്യാൻസലേഷൻ ഓഫ് GST രജിസ്ട്രേഷൻ സിംപ്ലി എന്താണെന്ന് വെച്ചാൽ ടാക്സ് പെയർ വിൽ നോട്ട് ബി എ GST രജിസ്റ്റേർഡ് പേഴ്സൺ എനിമോർ. അഥവാ GST രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് ആ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്താൽ ആ ടാക്സ് പെയർ പിന്നെ ഒരിക്കലും GST രജിസ്റ്റേർഡ് ടാക്സ് പേഴ്സൺ എന്ന് പറയില്ല. ആ സമയത്ത് അദ്ദേഹത്തിന് പിന്നെ GST ടാക്സ് അടയ്ക്കേണ്ട ആവശ്യവുമില്ല. പക്ഷേ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ദി ടാക്സ് പെയർ വിൽ നോട്ട് പേ GST എനിമോർ. നാം പറഞ്ഞ പോലെ ഇനി അദ്ദേഹം GSTയിൽ ടാക്സ് അടയ്ക്കേണ്ടതില്ല. അതിനാൽ ചില പ്രത്യേകം ബിസിനസ്സിൽ
ഞാൻ പറഞ്ഞിട്ടുണ്ട് GST രജിസ്ട്രേഷൻ മാൻഡറ്ററി ആണ്, നിർബന്ധമാണ് എന്ന്. ആ രൂപത്തിലുള്ള ബിസിനസ്സിലുള്ള ഒരു വ്യക്തിയാണ് ഇത് ക്യാൻസൽ അടിക്കുന്നത് എങ്കിൽ, എന്നിട്ട് അദ്ദേഹം അത് ബിസിനസ് തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ അതൊരു ഒഫൻസ് ആവും, അതൊരു കുറ്റമാകും. അദ്ദേഹത്തിന് വലിയ വലിയ പെനാൽറ്റി വരെ അദ്ദേഹം അടയ്ക്കേണ്ടി വരും. ഇതാണ് എൻ്റെ കോൺസിക്വൻസ് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് പറയുന്നത് ഈ ഒരു രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് റിവോക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്കറിയാം റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ക്യാൻസലേഷൻ ഓഫ് എ ഡിസിഷൻ ഓർ എ പ്രോമിസ് ആണ്. ഒരു തീരുമാനം എടുത്തു, ഒരു പ്രോമിസ് എടുത്തു, ആ പ്രോമിസ് ആ തീരുമാനത്തെ ഒഫീഷ്യലായി കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നതിനാണ് റിവോക്ക് എന്ന് പറയാം. ഇവിടെ പറയാൻ പോകുന്നത് നാം എടുത്ത രജിസ്ട്രേഷൻ, അഥവാ ഒരു വ്യക്തി രജിസ്ട്രേഷൻ എടുത്തു GST രജിസ്ട്രേഷന്, എന്നിട്ട് അദ്ദേഹം അത് ക്യാൻസൽ അടിച്ചു. ഇനി ആ ക്യാൻസൽ അടിച്ചിന് റിവോക്ക് ചെയ്യാണ്. അഥവാ അപ്പോൾ അദ്ദേഹത്തിന് ഇനി ആ GST രജിസ്ട്രേഷൻ വീണ്ടും കിട്ടണം. അതിനു വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ നോക്കാം എന്താണ് ഈ ഒരു റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദി ഡിസിഷൻ ടു ക്യാൻസൽ ദി രജിസ്ട്രേഷൻ ഹാസ് ബീൻ റിവേഴ്സ്ഡ് ആൻഡ് രജിസ്ട്രേഷൻ ഈസ് സ്റ്റിൽ വാലിഡ്. അഥവാ ഒരു രജിസ്ട്രേഷൻ്റെ ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷന് ഒന്നുകിൽ റിജക്റ്റ് ചെയ്യാണ്, അത് പിൻവലിക്കുകയാണ്. അതിനെയാണ് റിവോക്കേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ആ രജിസ്ട്രേഷൻ വാലിഡ് ആക്കുകയാണ്. ഈ പറയാൻ പോകുന്നത് സത്യത്തിൽ ഇത് സംഭവിക്കുന്നത് നമുക്കറിയാം, ഒരു ടാക്സ് ഓഫീസറാണ് ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ രജിസ്ട്രേഷന് ക്യാൻസൽ ചെയ്യുകയാണ്, ഒരു ടാക്സ് ഓഫീസർ. ആ സമയത്ത് ടാക്സ് അടക്കുന്ന പേഴ്സൺ ആണെങ്കിലോ ഈ രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. എന്നാൽ ടാക്സ് ഓഫീസറാണ് ഈ ഒരു രജിസ്ട്രേഷൻ ക്യാൻസൽ അടിക്കുന്നത്. അതാ പറയുന്നത് ദിസ് ഈസ് അപ്ലിക്കബിൾ ഓൺലി വെൻ ദി ടാക്സ് ഓഫീസർ ഹാസ് ക്യാൻസൽഡ് ദി രജിസ്ട്രേഷൻ ഓഫ് എ ടാക്സബിൾ പേഴ്സൺ ഓൺ ഹിസ് ഓൺ മോഷൻ. ഒരു ടാക്സബിൾ പേഴ്സൻ്റെ രജിസ്ട്രേഷൻ ഒരു ടാക്സ് ഓഫീസർ ഇവിടെ ക്യാൻസൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഒരു റിവോക്കേഷൻ അപ്ലിക്കബിൾ ആവുകയുള്ളൂ. സച്ച് ടാക്സബിൾ പേഴ്സൺ ക്യാൻ അപ്ലൈ ടു ദി ഓഫീസർ ഫോർ റിവോക്കേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ. അതുകൊണ്ട് ഈ പറയപ്പെട്ട വ്യക്തിക്ക് ആ ഓഫീസറിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ ഓഫീസറിന് എതിരെ റിവോക്കേഷൻ അടിക്കാം. അദ്ദേഹത്തിൻ്റെ ക്യാൻസലേഷനെ റിവോക്കേഷൻ അടിച്ചുകൊണ്ട് ആ രജിസ്ട്രേഷൻ വാലിഡ് ആക്കാം വിത്തിൻ 30 days. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 30 ദിവസത്തിനുള്ളിലായിരിക്കണം അത് ചെയ്യുന്നത് ഫ്രം ദി ഡേറ്റ് ഓഫ് ദി ക്യാൻസലേഷൻ ഓർഡർ. അഥവാ ഈ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൻ്റെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ആയിട്ടുണ്ട് എന്നുള്ള ഓർഡർ വന്നത് മുതൽ 30 ദിവസത്തിനുള്ളിൽ ആ വ്യക്തി പെട്ടെന്ന് തന്നെ ആ ഒരു ക്യാൻസലേഷൻ റിവോക്കേഷൻ റിവോക്കേഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഡിയേഴ്സ്, ഇതിൻ്റെ ബാക്കി ഇനിയും ഉണ്ട് വളരെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ്. നമ്മുടെ വീഡിയോ കൂടുതൽ ലെങ്തി ആവുമെന്ന് പേടിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഉടൻ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ക്ലാസ് പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ആദ്യമായി പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമുള്ള എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, all the best. Thank you for watching.